ഒരു കാര്യം പറയാനാണ്. ഇന്ന് ആർദിങ്ങിൻ്റെ അടുത്തൊരു ആക്സിഡൻറ്റ് ഉണ്ടായിന്. അങ്ങനെ ആ മനുഷ്യന് കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടിന്. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ആ മനുഷ്യൻ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിന്. കാരണം ആ മനുഷ്യന് ഓട്ടോ ഡ്രൈവറാണ്, അധ്വാനത്തിൻ്റെ വില അറിയാം. അങ്ങനെ ഇന്ത്യൻ സിറ്റിസൺ പോലീസിനെ വിളിച്ച്, പോലീസിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് സുഹൈൽ സാറ് വരുന്നുണ്ടെന്നാണ്. പക്ഷേ സുഹൈൽ സാർ ആറങ്ങിൻ്റെ അടുത്ത് നിർത്തിയിട്ടില്ല. ഒരൊറ്റ ഇന്ത്യൻ സിറ്റീസിനെ നോക്കിയ എന്നെ തന്നെ നോക്കിയിട്ട് ഒരൊറ്റ പോക്ക് പോയപ്പോൾ സ്പീഡിൽ പോകുന്ന കണ്ടിനെങ്കിൽ ലൈസൻസിൽ എഴുതാത്ത സ്പീഡിലാണ് പോയാൽ ഓർക്ക് പോവാം, അതുകൊണ്ട് നമുക്കും പോവാം. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പച്ചയും വെള്ളയും കാണുമ്പോൾ വിരാന്ത പിടിക്കൽ. ഈ ആംബുലൻസ് വന്നത് ലൈറ്റ് ഇട്ടിട്ടാണ്. എന്നിട്ട് ആ ഡോറെല്ലാം തുറന്നു വെച്ചിട്ടുണ്ടാ. ആ ആക്സിഡൻ്റ് ആയ മനുഷ്യൻ അതിൽ കയറിയിട്ടില്ല. കാരണം ആ മനുഷ്യനെ അധ്വാനിക്കുന്നത് അറിയാം. ആ മനുഷ്യൻ പരമാവധി പിടിച്ച് നിന്നിട്ട് അവസാനം ഓട്ടോയിലെ കയറിപ്പോയിന്. അപ്പോൾ പറയാനുള്ളത്, ആംബുലൻസ് ആയാലും ശരി, പോലീസ് വണ്ടിയായാലും ശരി, നിങ്ങളൊരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്തിലെ ഹോണ് അടിക്കുക. ആ ഹോൺ അടിക്കുമ്പോൾ ട്രാഫിക് ജാം ഇല്ലാണ്ട് മുന്നോട്ട് പോകും. അവിടെ ട്രാഫിക് ജാം വേണ്ട. അത് തങ്ങളവള്ളിൻ്റെ അടുത്തൊരു ഡ്രൈവറാണ്, പേര് പറയുന്നില്ല, പച്ചയും ചോപ്പലും അല്ല ഇടാ, പേര് പറഞ്ഞിട്ട് നാട്ടിക്കുന്നില്ല. അതുകൊണ്ട് ആംബുലൻസ് ഡ്രൈവറോട് പറയുന്ന ഒരു നിയമമുണ്ട്. നിങ്ങൾ പ്രൈവറ്റായിട്ട് പണിയടിക്കുക, പൈസ ഉണ്ടാക്കുക, ഒന്നും ഇന്ത്യൻ സിറ്റിസൺ തടയില്ല. പക്ഷേ ഇന്ത്യൻ സിറ്റിസൻ്റെ മേക്കിട്ട് കയറി കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ഇതുപോലെ യൂട്യൂബിലിട്ട് വിളിച്ചു പറയും. പക്ഷേ പേര് പറയുന്നില്ല, അവിടെ നിൽക്ക്. അപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹോണുണ്ട്. ആ ഹോണ് ശബ്ദം കുറച്ച് പിടിക്കുക. കുറേ പിടിച്ചിട്ട് ആളെ ബേജാറാക്കണ്ട. അപ്പോൾ ബാക്കിലുള്ള വണ്ടിയും മുന്നിലുള്ള വണ്ടിയെല്ലാം ട്രാഫിക്കും ആ പ്രശ്നം നോക്കാതെ പോകും. ഒരു പാങ്ങാടി പോലീസുകാരനെ വിളിച്ചിട്ട് വണ്ടി അടിച്ച സ്ഥലം പോലും വന്ന് നോക്കാണ്ട്, അത് സിദ്ദീഖ് പള്ളിൻ്റെ അവിടുന്ന് ആ ഓട്ടോൻ്റെ ബാക്കിൽ ആംബുലൻസ് പോയി. ആ മനുഷ്യൻ ഓട്ടോയിലെ കയറിയിന്. എൻ്റെ ആംബുലൻസും ഓട്ടോയിലും പോയിട്ട് അത് ഇടത്തേക്ക് പോയിന്. സിദ്ദീഖ് പള്ളിയുടെ പോലീസ് സംസാരിക്കുന്നത് കേട്ടുന്ന വരെ ഇന്ത്യൻ സിറ്റീസിന് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങൊക്കെ കുറേ ആൾക്കാർ പോലീസുകാരപ്പുറം മറ്റേ പൗരനായിട്ട് നടന്നില്ലെങ്കിൽ ഇന്ത്യൻ സിറ്റീസൺ ഈ നാട്ടിലെ പൗരനാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ ഇനി വരണ്ട. നിയമം കൊണ്ട് കളിച്ചാൽ പിന്നെ പണി തീരൂല, പിന്നെ കൊല്ലാൻ നടക്കേണ്ടി വരും. അതുകൊണ്ട് കൊല്ലാനും അടിക്കാനൊന്നും നിൽക്കണ്ട. കാരണം കാലനും അസറായിലും മറ്റേ കുറേ ആളെല്ലാം വിചാരിക്കണം ഇവിടുത്തെ എന്താണെന്നോ. അങ്ങനെ കുറേ ആളെല്ലാം വിചാരിച്ചിട്ട് വേണം ഇന്ത്യൻ സിറ്റിസനെ എടുത്തുകൊണ്ട് പോകാൻ. കാരണം ഇവിടെ LDFൻ്റെ എന്താന്ന് ഒരു വെടിവെപ്പ് നടന്നിട്ട് ആ പുഷ്പൻ സാറ് 20 കൊല്ലം കിടന്നതിന്. നിങ്ങളെല്ലാം പറയൂ രക്തസാക്ഷി എന്ന് പറയുന്നത് രക്തം കൊണ്ട് കോടതിയിൽ പോയിട്ട് സാക്ഷി പറയുന്നതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാനൊന്നും വരേണ്ട. ഏത് ആംബുലൻസുകാരനായാലും പണി എടുക്കാൻ അറിയിലേക്ക് പണി ഇറങ്ങി പോയിട്ട് വേറെ എന്തെങ്കിലും പണിയെടുക്കുക, അല്ലാണ്ട് ഇങ്ങോട്ട് പഠിപ്പിക്കലല്ല.